ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സോണിച്ചൻ നാൽപ്പതാംകുളമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഒരു ചാരിറ്റിയുടെ ഒരു വീഡിയോ. മലപ്പുറത്തുള്ള ഒരു ഹനീഫ്ക ആക്സിഡന്റ് ആയിട്ട് ബെഡിൽ കിടപ്പായിട്ട് ആ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് ഇട്ടിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ അകത്ത് ഗൂഗിൾ പേ നമ്പരും കൊടുത്തിരുന്നു, അതുപോലെ തന്നെ IFSC കോഡും ഒക്കെ കൊടുത്തിരുന്നു. പക്ഷെ അത് IFSC കോഡ് തെറ്റായിരുന്നു. അപ്പോൾ അത് ഒന്ന് കറക്റ്റ് ചെയ്തുകൊണ്ട് ഞാനിപ്പം വീണ്ടും വീഡിയോ റീസെറ്റ് ചെയ്ത് വീണ്ടും ഇടുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ദയവ് ചെയ്ത് അത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അത് വിളിച്ച് പറഞ്ഞതനുസരിച്ചാണ് അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. IFSC കോഡ് തെറ്റാണ്, ഒന്ന് കറക്റ്റ് ചെയ്ത് ഇടണമെന്ന് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ്. അപ്പോൾ അതൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് അത് പൈസ ഇട്ട് കൊടുക്കാൻ വല്ലതും നോക്കിയപ്പം നടന്നിട്ടുണ്ടാകില്ല. അപ്പോൾ എൻ്റെ ഈ കൂട്ടുകാരൻ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാനത് എനിക്ക് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് അത് കറക്റ്റ് ചെയ്ത് ഇടുന്നത്. അപ്പോൾ പറ്റുന്നിടത്തോളം എല്ലാവരും ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ ഗൂഗിൾ പേ ആ നമ്പറിൽ അതിൽ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ പേ നമ്പറിലേക്ക് പൈസ ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ അതൊന്ന് നിങ്ങളെ ഒന്ന് അറിയിക്കണം, അതൊന്ന് കറക്റ്റ് ചെയ്ത് ഇട്ട കാര്യം ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് അത്യാവശ്യമാണ്, ആ കുടുംബത്തിന് വളരെ ആവശ്യമുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് നമ്മൾ വളരെ വിനീതമായിട്ട് ഇതുപോലെ അപേക്ഷിക്കുന്നത്. കാരണം ആ കുടുംബത്തിന്റെ സാമ്പത്തിക അവസ്ഥ വളരെ മോശമാണ്, ദയനീയമാണ്. ഹോസ്പിറ്റലിൽ പോകാനായിട്ടോ ഒന്നും തുടർ ചികിത്സയ്ക്ക് ഒന്നിനും ഒരു പൈസയില്ല. ഓപ്പറേഷൻ ചെയ്ത് അവർ വളരെ ദാരിദ്ര്യത്തിലാണ്, കഷ്ടപ്പാടിലാണ്, ഒരുപാട് കടമൊക്കെ ആയിട്ടാണ് അവർ ഇപ്പോൾ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്. തുടർ ചികിത്സയ്ക്കൊക്കെ ഒരുപാട് പണം വേണം. അപ്പോൾ അതുകൊണ്ട് ഒന്ന് സഹായിക്കുക കേട്ടോ. അതൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഈ വീഡിയോ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ആക്സിഡന്റ് ആയല്ലേ? എന്നോട് പറഞ്ഞപ്പോ സങ്കടം കേട്ടപ്പോ ഞാൻ ഇന്നലെ രാത്രിയിൽ എനിക്ക് മെസ്സേജ് വന്നത്, ഞാൻ ആ ഓടിയെത്തിയത്. എനിക്ക് ഹനീഫ്കയോടുള്ള അത്ര ആത്മാർത്ഥത ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ ഹനീഫ്കയൊക്കെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മരിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഹനീഫ്കയുടെ കുറച്ച് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഹനീഫ്കയൊക്കെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മരിച്ചിട്ടുണ്ട്. ഇറങ്ങിയത് ഞാൻ ഇപ്പൊ ഇവിടെ വന്നപ്പോ 6 മണിയായി. ഈ 6 മണി ടൈമില് ഇപ്പം അതുകൊണ്ടാണ് വെളിച്ചക്കുറവും കാര്യങ്ങളൊക്കെ വീഡിയോയിലുള്ളത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കാക്കു അകത്തെ റൂമിലാണ് കിടക്കുന്നത്. ചെറിയ റൂമും പരിമിതിയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വീഡിയോ എടുക്കാനും ചെറിയ നമുക്ക് അസൗകര്യമൊക്കെ ഉണ്ട്. ഉള്ള സ്ഥലത്ത് നിന്നുകൊണ്ടാണ് എടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ കാക്കു ഈ ബെഡിൽ തന്നെയാണ് കിടക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം പറഞ്ഞില്ലേ, അദ്ദേഹത്തിന്റെ കുടുംബം പറഞ്ഞില്ലേ, മലമൂത്ര വിസർജനം പോലും ഇത് എന്തൊരു കഷ്ടമെന്ന് ഓർത്ത് നോക്കി. കാക്കുവിന് ഇപ്പോഴത്തെ കണ്ടീഷനിൽ കാക്കു ഒരു 2-3 മാസം കഴിഞ്ഞാലും എഴുന്നേറ്റ് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്ക് ഇവിടുന്ന് കണ്ടില്ലേ, എല്ലൊക്കെ പൊട്ടി, ഇത് ഓപ്പറേഷനും ഒക്കെ കഴിഞ്ഞിട്ട് ഫുള്ള് റെസ്റ്റിലാണ്. അതുകൊണ്ട് ഇത് കാണുന്ന ആൾക്കാർ ദയവ് ചെയ്ത് ഒന്നും നോക്കണ്ട. ഞാൻ നിങ്ങളോട് പറയണം, അപേക്ഷിക്കുകയാണ്, എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. വേദന കൊണ്ട് പൊളയോ? എന്നോട് പറഞ്ഞിരിക്കാന്നുള്ള സൗണ്ടൊക്കെ പിന്നെ ഈ രക്തം പിന്നെ പരിശോധിച്ചാല് അങ്ങനെ പല ടെസ്റ്റുകളും ഞങ്ങളൊക്കെ പൈസ ആവശ്യപ്പെട്ട സമയമാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ അദ്ദേഹം ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് യാചിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. കാരണം നിവൃത്തിയില്ല. അദ്ദേഹത്തിന്റെ CC പോലും, അതായത് ഓട്ടോ ബാങ്കിൽ അടയ്ക്കാൻ കിടക്കുകയാണ്. അതുപോലെ പല കടങ്ങൾ കിടക്കുകയാണ്. അതുകൂടാതെ ഇത് മാത്രമല്ല, വേറെ മരുന്നുകൾ ഒരുപാട് കഴിക്കുന്നുണ്ട്. അതിന് പോലും ഇപ്പം പൈസ കണ്ടെത്താൻ പറ്റുന്നില്ല. തീർച്ചയായും, കാരണം അദ്ദേഹത്തിന് ചോദിക്കാനായിട്ടൊക്കെ പറ്റുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോ പിന്നെ ഇത് പല ആൾക്കാരും അറിഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ആൾക്കാരൊന്നും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായും സഹായിക്കാൻ പറ്റുന്നത് അദ്ദേഹത്തിന് സഹായിക്കാം. ഒരുപാട് കഷ്ടപ്പെട്ട് ചെറുപ്പം മുതലേ കുടുംബത്തിൽ കഷ്ടപ്പെട്ട് ജീവിച്ച ഒരാളാണ്. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ നിസ്സഹായാവസ്ഥയെ സഹായിക്കണം. അപ്പൊ എല്ലാവരും ഈ വീഡിയോ ഏറ്റെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റു വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്, കൺക്ലൂഡ് ചെയ്യാൻ പോലും എനിക്ക് പറ്റുന്നില്ല. അതായത് എന്ത് പറഞ്ഞാണ് ഞാൻ ഇത് അവസാനിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇദ്ദേഹത്തെ സഹായിക്കുമെന്നുള്ള വിശ്വാസത്തോടെ നിങ്ങളുടെ പ്രിയപ്പെട്ട സോണിച്ചൻ നാൽപ്പതാംകുളം നിർത്തുന്നു. നന്ദി, നമസ്കാരം.